പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3 NCERT എക്സാംപ്ലർ സൊല്യൂഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ പോളിനോമിയൽ? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് പോളിനോമിയൽ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് പോളിനോമിയൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ വേരിയബിളിൻ്റെ പവർ എപ്പോഴും എന്തായിരിക്കണം? ഒരു പോസിറ്റീവ് ഹോൾ നമ്പർ ആയിരിക്കണം. നെഗറ്റീവ് വന്നാലോ ഫ്രാക്ഷൻ വന്നാലോ ഒന്നും അതെന്താവത്തില്ല, അത് പോളിനോമിയൽ ആവത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഹോൾ നമ്പർ ആയിരിക്കണം നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയലിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയേ, ഇവിടെ x² - 2/x². അപ്പോൾ ഇവിടെ പോളിനോമിയലിൻ്റെ പവർ ഒരു ഹോൾ നമ്പറാണ്. പക്ഷേ ഇവിടെ വേരിയബിളിൻ്റെ എക്സിൻ്റെ പവർ ഹോൾ നമ്പറാണ്. ഇവിടെ താഴെ നോക്കിയേ, എക്സിൻ്റെ പവർ എക്സ് ഡിനോമിനേറ്ററിലാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/x². 2/x² എന്ന് വെച്ചാൽ എന്താ? അതായത് 1/x² എന്ന് വെച്ചാൽ എന്തായിരിക്കും? x⁻². നമ്മൾ ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ടല്ലേ, എന്താണ്? a⁻⁻m = 1/a⁻m. അപ്പോൾ 1/x²നെ നമുക്ക് എങ്ങനെ എഴുതാം? x⁻². 1/a⁻m a⁻m ആണെങ്കിൽ 1/x⁻² എന്താണ്? x⁻². അപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x²/2 - 2 × x⁻². ഇവിടെ എക്സിൻ്റെ പവർ എന്ത് വന്നു? എക്സിൻ്റെ പവർ നെഗറ്റീവ് വന്നു. എക്സിൻ്റെ പവർ നെഗറ്റീവ് വന്നതുകൊണ്ട് ഇത് എന്തല്ല? ഇത് ഒരു ഹോൾ നമ്പർ അല്ല. ഹോൾ നമ്പർ അല്ലാത്തത് കൊണ്ട് ദ ഗിവൺ ആൽജിബ്രിക് എക്സ്പ്രഷൻ ഈസ് നോട്ട് എ പോളിനോമിയൽ. അപ്പോൾ ഈ ഫസ്റ്റ് വൺ പോളിനോമിയൽ അല്ല. ഇനി അടുത്ത സെക്കൻഡ് വൺ നോക്കാം. √2x - 1. അപ്പോൾ √2x, എക്സ് എന്ന് പറയുന്നത് റൂട്ടിനകത്താണ് അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √2 × √x എന്ന് എഴുതാം. ഇതൊക്കെ ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. √AB എന്താണ്? √A × √B. അപ്പോൾ √2xനെ √2 × √x എന്ന് എഴുതാം. √x എന്താണ്? √x എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ്? √2 × x⁻². അതായത് nth റൂട്ട് a എന്ന് പറയുന്നത് എന്താ? a⁻1/n ആണല്ലോ. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി വെച്ച് വെറും റൂട്ട് ഇട്ടാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്ക്വയർ റൂട്ട് എന്നാണ് കേട്ടോ. √x. അപ്പോൾ എന്ത് വരും? അതിൻ്റെ മീനിങ് ഇവിടെ 2 ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ നമ്മളത് എന്ത് ചെയ്യുന്നില്ല, സ്ക്വയർ റൂട്ടിന് 2 നമ്മളിവിടെ എഴുതത്തില്ല. അപ്പോൾ ഇതെന്താവും? x⁻1/2 എന്നാവും. ഇതൊക്കെ നിങ്ങൾക്ക് നോർമലി അറിയാവുന്ന കാര്യങ്ങളാണ്. അറിയാൻ വയ്യാത്ത സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ എന്തായി? 1/2, ഒരു ഫ്രാക്ഷനായി. അതുകൊണ്ട് ഇതും എന്തല്ല? ഇതും ഒരു പോളിനോമിയൽ അല്ല. ഇനി അടുത്തത് നോക്കിയേ, x². ഇവിടെ പവർ ഹോൾ നമ്പറാണ്. പ്ലസ് 3x⁻³ അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. ഇവിടെ എക്സിൻ്റെ പവർ എന്താണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി എന്താണ്? ഹോൾ നമ്പറാണ്. അതുകൊണ്ട് ഞാൻ ഇത് മാത്രം ഒന്ന് ചെയ്യുവാണ്. 3x⁻³ √xനെ നമുക്ക് എങ്ങനെ എഴുതാം? √x എന്താണ്? x⁻1/2. ഇതിപ്പോൾ ഏത് ഫോമിലാണ്? ഇത് ഇത്ര എടുത്തു കഴിഞ്ഞാൽ a⁻m/a⁻n, ദാറ്റ് ഈസ് a⁻m - n. അപ്പോൾ എന്ത് വരും? x⁻3/2 - 1/2 = ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററിനെ സബ്ട്രാക്ട് ചെയ്താൽ 3 - 1 = 2/2, ദാറ്റ് ഈസ് x⁻1 അല്ലേ. 2/2 ഈസ് 1. അപ്പോൾ നമുക്ക് x എന്ന് കിട്ടി. അപ്പോൾ ഇതെങ്ങനെ, ഏത് ഫോമിലായി? x² + 3x എന്നുള്ള ഫോമിലായി ഇല്ലേ. അപ്പോൾ നിങ്ങളിവിടെ റൂട്ട് കണ്ട ഉടനെ എന്തെഴുതി വെക്കരുത്? ഇത് പോളിനോമിയൽ അല്ല എന്ന് എഴുതി വെക്കരുത്. നിങ്ങളിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x² + 3x എന്ന് കിട്ടി. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ 2ഉം 1ഉമാണ്. രണ്ടും ഹോൾ നമ്പേഴ്സാണ്. അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് എ പോളിനോമിയൽ. പവർ ഹോൾ നമ്പറായിട്ട് വന്നു. സോ ഓപ്ഷൻ സി ഈസ്
പോളിനോമിയൽ. ഇനി ഡി ഒന്ന് നോക്കിയേ, x-1/x+1. അപ്പോൾ ഇത് എങ്ങനെ വരും? ഇത് പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലല്ല അല്ലേ? അതായത് x-1/x+1 റാഷണൽ ഇതായിട്ടാണ്, ഫംഗ്ഷനായിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതും എന്തല്ല, ഇതും ഒരു പോളിനോമിയൽ അല്ല. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നന്നായി എക്സ്പ്ലെയിൻ ചെയ്താണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. √2 ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2, 0, 1, 1/2. അപ്പോൾ √2 എന്ന് പറയുന്നത് ഏത് ഡിഗ്രിയിലുള്ള പോളിനോമിയലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുള്ള ഒരു നമ്പർ കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ കൂടെ x⁻⁴ കൂടെ ഉണ്ടെന്നുള്ളതാണ്. x⁻⁴ എന്ന് വെച്ചാൽ എന്താ? x⁻⁴ = 1. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതുന്നു. 2x² + 3x + 5 ഇങ്ങനെ ഒരു പോളിനോമിയൽ എഴുതുന്നു. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ 2 ആണ്, ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ്. അപ്പോൾ 5 എന്ന് എഴുതിയ അതിൻ്റെ അർത്ഥം അതിൻ്റെ കൂടെ x⁻⁴ എന്നൊരു വേരിയബിൾ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ x⁻⁴ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 1 ആണ്. 1 ആയതുകൊണ്ടാണ് നമ്മളിവിടെ x⁻⁴ എഴുതാത്തത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഏവിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്? x⁻⁴ കൂടെ ഉണ്ട്. അപ്പോൾ √2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? √2 x⁻⁴. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? വേരിയബിളിന് വരുന്ന പവറാണ് അതിൻ്റെ ഡിഗ്രി. എന്തായിരിക്കും? 0 അല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ 4x⁴ + 0x³ + 0x⁵ + 5x + 7 ഈസ്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പം നിങ്ങൾ എളുപ്പത്തിൽ എന്ത് പറയും? ഇവിടെ ഹയസ്റ്റ് പവർ എന്താണ്? 5 ആണ്. പക്ഷേ നിങ്ങൾ 5 എഴുതി വെച്ചാൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കിയേ, ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 0. അപ്പോൾ 0x⁵ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഫുള്ള് 0 ആണ്. ഇങ്ങനൊരു ടേം ഇവിടെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതും എന്താണ്? ഇതും 0 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 2 ടേമുകൾ ഇവിടെ ഇല്ല. ഈ പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4x⁴ + 5x + 7 എന്ന് എഴുതാം. അപ്പോൾ കോഎഫിഷ്യൻ്റ് 0 ആയിട്ട് വരുന്നതിനെ എല്ലാം നമ്മൾ മാറ്റി നിർത്തിയിട്ട് വേണം ഇതിൻ്റെ ഡിഗ്രി നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? ഹയസ്റ്റ് പവർ ഈസ് 4. അപ്പോൾ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഗ്രി ഓഫ് ദി 0 പോളിനോമിയൽ ഈസ് 0, 1, എനി നാച്ചുറൽ നമ്പർ നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഒരു 0 പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്? 0 പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണല്ലേ? അതായത് 0 പോളിനോമിയൽ എന്ന് വെച്ചാൽ എന്താണ്? 0 വരുന്ന പോളിനോമിയൽ. 0യ്ക്ക് ഇവിടെ ഏത് പവർ കൊടുത്താലും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പോൾ ഇതിവിടെ എന്താണ്? ഇങ്ങനൊരു ടേം ഇവിടെ വരത്തില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ ഡിഗ്രി എന്താണ്? ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് p of x is equal to x² - 2√x + 1 then p of 2√2 is equal to. അപ്പോൾ ഇവിടെ നമുക്ക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. p of 2√2 ഏതിന് ഈക്വലാണ് എന്ന് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ എന്താ? ഇവിടെ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 2√2 കൊടുക്കണം. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? p of 2√2 = ഇതിനകത്ത് എക്സിൻ്റെ പകരം എന്ത് കൊടുക്കണം? 2√2 കൊടുക്കണം. അപ്പോൾ x². അപ്പോൾ 2√2² - 2√2x. അപ്പോൾ എക്സിന് പകരം എന്ത് കൊടുക്കുന്നു? 2√2 + 1. 2√2² എന്താണ്? 2√2² എന്ന് പറയുമ്പോൾ 2ൻ്റെ സ്ക്വയറും എടുക്കണം, √2ൻ്റെ സ്ക്വയറും എടുക്കണം. 2ൻ്റെ സ്ക്വയർ 4, √2ൻ്റെ സ്ക്വയർ എന്ത് വരും? √2 × √2 ഈസ് 2. അപ്പോൾ 4 2s are 8 മൈനസ് ഇവിടെ എന്ത് വരും? 2√2 × 2√2. 2 × 2 4, √2 × √2 2. അപ്പോൾ 4 2s are 8 പ്ലസ്
1. 8 minus 8 is 0. 0 plus 1 is 1. എന്ത് വരും? ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. 1 is correct. Next question. The value of the polynomial 5x minus 4x square plus 3 when x is equal to negative 1 is. അപ്പോൾ എക്സിന് -1 എന്നുള്ള വാല്യൂ കൊടുത്താൽ എന്ത് വരും? അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന പോളിനോമിയലിനെ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5x മൈനസ് 4x സ്ക്വയർ പ്ലസ് 3. ഇവിടെ എക്സ് -1 ആയാൽ പോളിനോമിയലിൻ്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? എക്സിന് പകരം -1 കൊടുക്കാം. അപ്പോൾ 5 ഇൻറ്റു -1 മൈനസ് 4 ഇൻറ്റു -1 സ്ക്വയർ പ്ലസ് 3. 5 ഇൻറ്റു -1 ഈസ് -5. -1 സ്ക്വയർ നെഗറ്റീവ് നമ്പറിനെ സ്ക്വയർ ചെയ്താൽ പോസിറ്റീവ് ആകും. അപ്പോൾ ഇത് 1 ആയിട്ട് മാറും. 4 ഇൻറ്റു 1 4 പ്ലസ് 3. -5 മൈനസ് 4 2 നെഗറ്റീവ് ആണ്. അപ്പോൾ -9 പ്ലസ് 3 എന്ത് വരും? -6. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If p of x is equal to x plus 3, then p of x plus p of negative x is equal to, ഇതിലേതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് എക്സ് എന്താണ് എന്ന് തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് നമുക്ക് എക്സ് പ്ലസ് 3 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പി ഓഫ് നെഗറ്റീവ് എക്സ് എന്തായിരിക്കും? പി ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് എക്സ് കൊടുക്കണം ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ നേരത്തെ പ്രോബ്ലം ഒക്കെ ചെയ്തത്. പി ഓഫ് എക്സ് എക്സ് പ്ലസ് 3 ആണെങ്കിൽ പി ഓഫ് 2 എന്തായിരിക്കും? എക്സിൻ്റെ പ്ലേസിലെല്ലാം നമ്മൾ 2 കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പി ഓഫ് നെഗറ്റീവ് എക്സ് എന്തായിരിക്കും? എക്സിന് പകരം നമ്മൾ നെഗറ്റീവ് എക്സ് കൊടുക്കും. മനസ്സിലായല്ലോ? നെഗറ്റീവ് എക്സ് പ്ലസ് 3. ഇനി പി ഓഫ് എക്സ് പ്ലസ് പി ഓഫ് നെഗറ്റീവ് എക്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് പ്ലസ് 3 പ്ലസ് പി ഓഫ് നെഗറ്റീവ് എക്സ് ഈസ് നെഗറ്റീവ് എക്സ് പ്ലസ് 3. ഈ എക്സും നെഗറ്റീവ് എക്സും ക്യാൻസൽ ആയി പോവും. 3 പ്ലസ് 3 6. അപ്പോൾ എന്ത് വരും? ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സിന് പകരം എന്തിട്ട് കൊടുക്കണം? നെഗറ്റീവ് എക്സ് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അല്ലാതെ നെഗറ്റീവ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇട്ട് വെക്കരുത് കേട്ടോ. ബ്രാക്കറ്റ് ഇട്ട് ഇങ്ങനെ ചെയ്താൽ തെറ്റായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0 ഓഫ് ദി 0 പോളിനോമിയൽ ഈസ് 0 1 എനി റിയൽ നമ്പർ നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ 0 പോളിനോമിയൽ എന്ന് വെച്ചാൽ എന്താണ്? 0 പോളിനോമിയൽ എന്ന് വെച്ചാൽ അതിൻ്റെ കോഎഫിഷ്യൻസ് എപ്പോഴും 0 ആയിരിക്കും. ഇപ്പോൾ ഞാൻ 0 എക്സ് റേസ് ടു 2 എന്നെടുക്കുന്നു. ഇങ്ങനെ ഒരു പോളിനോമിയൽ എടുക്കുന്നു. ഈ പോളിനോമിയലിൻ്റെ 0 എന്തായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഓൾറെഡി കോഎഫിഷ്യൻ്റ് എന്താണ്? 0 ആണല്ലേ. അപ്പോൾ നമ്മൾ ഈ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും എന്ത് വരും? നമ്മുടെ പോളിനോമിയൽ 0 ആയിട്ട് തന്നെ വരും. അപ്പോൾ ഒരു പോളിനോമിയലിൻ്റെ 0 എന്ന് വെച്ചാൽ എന്താണ്? 0 ഓഫ് ദി പോളിനോമിയൽ ഈസ് ദ വാല്യൂ ഓഫ് ദി വേരിയബിൾ ദാൻ മേക്ക് ദ പോളിനോമിയൽ ഈക്വൽ ടു 0. അതായത് ഈ പോളിനോമിയലിനെ 0യ്ക്ക് ഈക്വലാക്കുന്ന ഏതൊരു വാല്യൂവും വേരിയബിളിന് ഇട്ട് കൊടുക്കുന്നോ അതാണ് പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സിന് ഞാൻ 2 എന്നിട്ട് കൊടുത്താൽ ഇതെന്ത് തന്നെ ആയിപ്പോവും? 0 തന്നെ ആയിപ്പോവും. അപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. 2x പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയൊന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ 0 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും അല്ലേ? അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 5 ഇപ്പുറത്ത് പോകുമ്പോൾ -5 ആകും. 2 ഇവിടെ വരുമ്പോൾ /2 ആകും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -5/2 ആണ്. അപ്പോൾ ഈ വാല്യൂ എക്സിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? ഇത് 0യ്ക്ക് ഈക്വലായിട്ട് മാറും. നമുക്കൊന്ന് നോക്കാം. 2 ഇൻറ്റു ഈ എക്സിൻ്റെ വാല്യൂ -5/2 എന്നുള്ളത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പ്ലസ് 5. 2ഉം 2ഉം ക്യാൻസൽ ആകും. -5 പ്ലസ് 5 ഈസ് 0. കണ്ടല്ലോ? അപ്പോൾ ഈ എക്സിന് കൊടുക്കുന്ന ഈ ഒരു വാല്യൂ ഇതിനെ ഈ പോളിനോമിയലിനെ 0യ്ക്ക് ഈക്വലാക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 0 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 0 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ 0 പോളിനോമിയലിൽ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണോ ഈ പോളിനോമിയൽ 0 ആകുന്നത് അപ്പോൾ എന്ത് പറയാം?
അതെല്ലാം ഇതിൻ്റെ സീറോസ് ആണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഓൾറെഡി കോഎഫിഷ്യൻ്റ് 0 ആയതുകൊണ്ട് എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഇതിൻ്റെ 0 ഈ പോളിനോമിയലിൻ്റെ വാല്യൂ എന്താവും? 0 ആവും. അപ്പോൾ എക്സിന് ഞാൻ 1 ഇട്ട് കൊടുത്താൽ 1 സ്ക്വയർ ഈസ് 1, 1 ഇൻറ്റു 0 0. 2 ഇട്ട് കൊടുത്താലോ 2 സ്ക്വയർ ഈസ് 4, 4 ഇൻറ്റു 0 ഈസ് 0. അപ്പോൾ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും എന്താവും? ഈ പോളിനോമിയൽ 0 ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏത് റിയൽ നമ്പർ ഇട്ട് കൊടുത്താലും, അതായത് നെഗറ്റീവ് ഇട്ട് കൊടുത്താലും പോസിറ്റീവ് ഇട്ട് കൊടുത്താലും ഏതിട്ട് കൊടുത്താലും എന്താവും? ഈ പോളിനോമിയൽ 0 ആയിട്ട് മാറും. അതുകൊണ്ട് 0 ഓഫ് ദി 0 പോളിനോമിയൽ എന്താണ് എന്ന് പറയാം? എനി റിയൽ നമ്പർ. എന്തുകൊണ്ടാണ്? ഇവിടെ കോഎഫിഷ്യൻ്റ് ഓൾറെഡി 0 ആണ്. അതുകൊണ്ട് എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഈ പോളിനോമിയൽ 0 ആയിട്ട് മാറും. അതേസമയം 0 പോളിനോമിയൽ അല്ലാത്തതിലോ ഞാൻ ഇവിടെ ഒരെണ്ണം ചെയ്ത് കാണിച്ചു. എക്സിന് -5/2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ മാത്രമേ ഈ പോളിനോമിയൽ എന്തിന് ഈക്വലാകത്തുള്ളൂ? 0യ്ക്ക് ഈക്വലാകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ 0 എന്ന് പറയുന്നത് എന്താണ്? -5/2 ആണ്. സീറോസ് എന്താണെന്നുള്ളത് ഞാൻ ഈ ചാപ്റ്ററിൽ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 0 പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത് എനി റിയൽ നമ്പർ. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. അടുത്തത് 0 ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x + 5. അതാ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ 0 എന്ത് വരും? 2x ഈസ് ഈക്വൽ ടു -5, x ഈസ് ഈക്വൽ ടു -5/2. എക്സിന് എന്താണോ ഇതിൽ നിന്ന് വാല്യൂ കിട്ടുന്നത് അതായിരിക്കും ഈ പോളിനോമിയലിൻ്റെ 0. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്, -5/2. Next question, one of the zeros of the polynomial 2x² + 7x - 4 is. അപ്പോൾ ഇതിൽ ഈ പോളിനോമിയലിൻ്റെ ഒരു 0 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x² + 7x - 4. അപ്പോൾ ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? നമുക്ക് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം അല്ലേ? ഈ പോളിനോമിയലിനെ 0യുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 2x² + 7x - 4 ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മളിവിടെ 0 കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് 0 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ x² കൂടെ 2 നമുക്ക് വേരിയബിൾ കോഎഫിഷ്യൻ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2ഉം ഈ -4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2ഉം -4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -8 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ നമ്മൾ ഇപ്പം മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -8 കിട്ടണം. രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? നമുക്ക് +7 കിട്ടണം. ഇങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സിനെ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പം 7ഉം -8ഉം 7ഉം കിട്ടണേ നമ്മൾ എങ്ങനെയുള്ള നമ്പർ എടുക്കണം? ഇവിടെ -8ഉം 1ഉം എടുത്താൽ -8 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് +8ഉം -1ഉം എടുക്കാമേ. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ -7 വരും. നമുക്ക് എന്താ വരണ്ടേ? +7 ആണ് വരേണ്ടത്. അതുകൊണ്ട് 8നെ നമുക്ക് പോസിറ്റീവും 1നെ നെഗറ്റീവുമായിട്ട് എടുക്കാം. അപ്പോൾ 8ഉം -1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -8, 8ഉം -1ഉം കൂടെ ആഡ് ചെയ്താൽ +7. അങ്ങനെയാണ് ഇതിനെ എങ്ങനെ എഴുതാം? 2x² നമ്മൾ അതേപോലെ എഴുതുന്നു. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ മിഡിൽ ടേമിനെ മാത്രം നമ്മൾ ഇത് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ 7xനെ നമുക്ക് എങ്ങനെ എഴുതാം? +8x - 1x. 1 നമ്മൾ എഴുതത്തില്ല. ബാക്കിയുള്ള ടേമുകളെല്ലാം നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത എന്താ ചെയ്യുക? റീഗ്രൂപ്പിംഗ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ രണ്ട് ടേമുകൾ എടുത്തു. ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് നമ്മൾ വെളിയിലെടുക്കും. 8ൽ നിന്നും 2വിൽ നിന്നും 2 കോമൺ ആണ്. രണ്ടിടത്തും ഓരോ എക്സും കോമൺ ആണ്. ബാക്കി എന്തുണ്ട്? എക്സ് പ്ലസ് 8x നിന്ന് 2x എടുത്താൽ ബാക്കി 4 മൈനസ് ഇവിടുന്ന് കോമൺ ഒന്നുമില്ല. അപ്പോൾ 1 നമ്മൾ വെളിയിലെടുക്കുന്നു. ബാക്കി എക്സ്. ഇവിടെ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇടുമ്പോൾ എന്ത് ചേഞ്ച് ആകും? സൈൻ ചേഞ്ച് ആകും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇല്ലേ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും കേട്ടോ. ഇനി ഇവിടുന്ന് എന്ത് കോമൺ എടുക്കാം? എക്സ് പ്ലസ് 4 കോമൺ എടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് 4 നമ്മൾ കോമൺ എടുക്കുന്നു. എക്സ് പ്ലസ് 4 കോമൺ എടുക്കുമ്പോൾ ബാക്കി എന്തുണ്ട്? ഇവിടെ
2x minus 1 is equal to 0. ഇപ്പം എക്സ് പ്ലസ് 4 ഈസ് ഇക്വൽ ടു 0 എടുത്ത എക്സിന്റെ വാല്യൂ എന്ത് വരും? -4. പക്ഷെ നമുക്കിവിടെ -4 എന്നൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ 2x മൈനസ് 1 ഈസ് ഇക്വൽ ടു 0 എടുക്കുന്നു. അപ്പൊ 2x ഈസ് ഇക്വൽ ടു -1 ഇപ്പുറത്ത് പോകുമ്പോൾ +1 ആവും. x ഈസ് ഇക്വൽ ടു എന്ത് വരും? 1/2. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ഇതിനകത്തെ 10 MCQs നമ്മൾ ചെയ്തു. ഇനിയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.